എന്റെ പേര് രേഷ്മ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MMPC 004 ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ പാർട്ട് 1 ആണ്. കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് എത്ര ബ്ലോക്കുകളാണ്, എത്ര യൂണിറ്റുകളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ബ്രീഫ് ഐഡിയ തന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ പാർട്ട് 1 ആണ്. അപ്പൊ ഈ ഒരു യൂണിറ്റില് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് നാച്ചർ ആൻഡ് റോൾ ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ എന്താ, അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. അതേപോലെ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, മീനിങ് എന്തൊക്കെയാണ്, എന്തൊക്കെ ബ്രാഞ്ചസ് ആണുള്ളത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് കോൾഡ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ ഒരു കമ്പനിയുടെ, ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അവിടെ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എങ്ങനെയാണ് അവിടുത്തെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എന്താണ് അവിടുത്തെ ആ ഒരു ഫൈനാൻഷ്യൽ റിസൾട്ട്സ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ പ്രോപ്പർ ഡെഫിനേഷനിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിനെ പറയാ? അക്കൗണ്ടിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആർട്ട് ഓഫ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ മോണിറ്ററി ടേംസ്. അതെന്തുകൊണ്ടാ? നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ കമ്പനിയിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രോപ്പറായി റെക്കോർഡ് ചെയ്ത് അതിനെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസിസിൽ അല്ലെങ്കിൽ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ബേസിസിൽ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടൊക്കെ ഇതാക്കുന്നു, മോണിറ്ററി ടേംസിൽ ഇതാക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ മോണിറ്ററി ടേംസ്. ഇനി നമ്മൾ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു ഇതിൽ എടുക്കുകയാണെങ്കിൽ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇക്കണോമിക് ഇൻഫർമേഷനെ, മോണിറ്ററി ഇൻഫർമേഷനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി അത് എങ്ങനെയാണ് വരുന്നതെന്ന് മെഷർ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ബിസിനസ് കുറച്ചും കൂടി അവര് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്, കുറച്ചും കൂടി വികസിപ്പിക്കാൻ വേണ്ടി പോവാണെന്ന് വിചാരിക്കുക. വേറെ സ്ഥലത്തേക്കൊക്കെ നമ്മൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാ വിചാരിക്കുക. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ഇപ്പോഴത്തെ കണ്ടീഷൻ, നമുക്ക് ഫൈനാൻഷ്യൽ കണ്ടീഷൻ നമുക്ക് അറിയണം. അപ്പൊ ആ ഒരു ഇതിന് വേണ്ട എക്കണോമിക് ഇൻഫർമേഷൻ, എങ്ങനെയാണ് നമ്മൾ ആ എക്സ്പാൻഡ് ചെയ്യണോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ഹെൽപ്പ് ചെയ്യും? അക്കൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ഡാറ്റ. അതായത് നമുക്ക് ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഫൈനാൻഷ്യൽ ഡാറ്റയെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസിനെ, ഡാറ്റേസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഫങ്ഷൻസ്, കോർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ഡാറ്റ. ഇനി എന്താണ് അക്കൗണ്ടിങ്ങിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്കൗണ്ടിങ്ങിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അവർക്ക് വേണ്ട പ്ലാനിങ്ങിന്, ജഡ്ജ്മെന്റ്സിന്, അവർക്ക് ആ ഒരു ഫൈനാൻഷ്യൽ കൺട്രോളിനൊക്കെ വേണ്ട റിലയബിൾ ഇൻഫർമേഷനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ടു മെയിൻറ്റെയിൻ എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ഇപ്പൊ, അതായത് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്, ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എങ്ങനെയാണ് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു ബിസിനസ് ഇതിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ കറന്റ് പൊസിഷൻ, ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങള് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കമ്പനിയുടെ വേരിയസ് ആയിട്ടുള്ള യൂസർ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള യൂസേഴ്സിന് നമ്മൾ ഈ ഇൻഫർമേഷൻ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാനേജ്മെന്റിന് വേണ്ട ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിലേക്ക് വേണ്ട
ഡാറ്റ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തുകൊണ്ട് അസിസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിൻ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ എന്തൊക്കെയാണ്? ടു മെയിൻറ്റെയിൻ എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടു ഡിറ്റർമിൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സ്, ടു അസസ് ദി മാനേജ്മെന്റ്. ഇനി സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ജേർണൽസിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ ജേർണൽസിൽ റെക്കോർഡ് ചെയ്ത ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ലെഡ്ജേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് സമ്മറൈസ് ചെയ്തു. ഇതുവഴി നമുക്ക് ബിസിനസ് റെക്കോർഡ്സ് പ്രോപ്പർ ആയിട്ട് അതിന്റെ ആ ഒരു ആക്യുറസി റിലയബിലിറ്റി കാര്യങ്ങൾ എൻഷുർ ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സിസ്റ്റമാറ്റിക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് തന്നെ നമ്മുടെ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ജേർണൽസിൽ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം അവയൊക്കെ ലെഡ്ജേഴ്സിൽ പോസ്റ്റ് ചെയ്ത് ട്രയൽ ബാലൻസിൽ സമ്മറൈസ് ചെയ്യും. ഇതുവഴി നമുക്ക് ആ ഒരു ബിസിനസ് റെക്കോർഡ്സ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് അക്യുറസിയിലൂടെ അക്യുറേറ്റ് ആയിട്ട് റിലയബിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ഒരു ബിസിനസ്സിന് എപ്പോഴും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്? നമ്മൾ ശരിക്കും നമുക്ക് പ്രോഫിറ്റ് ആണോ ഉണ്ടാവുന്നത് അതോ ലോസ് ആണോ സംഭവിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി ഒരു പീരിയഡിൽ, ഒരു ഓപ്പറേഷൻ പീരിയഡിൽ ആ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഡിറ്റർമിൻ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഒരു ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് അസെറ്റ്സ്, ലയബിലിറ്റീസ്, ഓണേഴ്സിന്റെ ഇക്വിറ്റി എടുക്കുകയാണ്. ഈ ബാലൻസ് ഷീറ്റ് വഴി നമുക്ക് എത്ര അസെറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, എന്താണ് ഓണേഴ്സിന്റെ ഇക്വിറ്റി ഇപ്പൊ ഉള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുവഴി ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്, നമുക്കിപ്പോ ഈ കിട്ടുന്ന എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലൈസ് ചെയ്ത് നിൽക്കുന്ന ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയീസ്, ഇവർക്കൊക്കെ നമുക്ക് ഇൻഫർമേഷൻ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. ദെൻ അസിസ്റ്റ് മാനേജ്മെന്റ്, എങ്ങനെയാണ് മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുക? ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ്, ഇപ്പൊ എത്രത്തോളം നമ്മുടെ കയ്യിൽ ഫൈനാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ കറക്റ്റ് ഫൈനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്ത കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ അക്കൗണ്ടിങ് മാനേജേഴ്സിന് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാനും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവര് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കും. ഇനി സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നു. ഇനി നമുക്ക് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് വൺ ഡാറ്റ ക്രിയേഷൻ ആൻഡ് കളക്ഷൻ, സെക്കൻഡ് വൺ റെക്കോർഡിംഗ് ആൻഡ് പ്രോസസിംഗ്, തേർഡ് വൺ ഡാറ്റ ഇവാലുവേഷൻ, ഫോർത്ത് വൺ ഓഡിറ്റീവ് വർക്ക്, ഫിഫ്ത് വൺ ഡാറ്റ റിപ്പോർട്ടിംഗ്. ഫസ്റ്റ് ഡാറ്റ ക്രിയേഷൻ ആൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് അത് കളക്ട് ചെയ്ത് എല്ലാ ഡാറ്റേഴ്സിനെയും കളക്ട് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ആൻഡ് പ്രോസസിംഗ്, കിട്ടിയ ഡാറ്റേഴ്സിനെ മുഴുവൻ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ജേർണൽസിൽ റെക്കോർഡ് ചെയ്ത് ലെഡ്ജേഴ്സിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ആ കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്ത് വെക്കുന്നത്, അതിനെയാണ് റെക്കോർഡേറ്റീവ് വർക്ക്. ഇനി ഡാറ്റ ഇവാലുവേഷൻ, ഈ കിട്ടിയ ഫൈനാൻഷ്യൽ ഡാറ്റ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഓഡിറ്റീവ് വർക്ക്, ഈ കിട്ടിയ ഡാറ്റ കറക്റ്റ് ആണോ പ്രോപ്പർ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതിന്, ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പൊ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഡാറ്റ ക്രിയേഷൻ ആൻഡ് കളക്ഷൻ, അതായത് ഈ ട്രാൻസാക്ഷൻസ് ഓൾറെഡി ഒക്കർ ചെയ്ത ട്രാൻസാക്ഷൻസിൽ, അതായത് അതിൽ വന്നിരിക്കുന്ന റോ മെറ്റീരിയൽസ്, ഹിസ്റ്റോറിക് ഇവന്റ്സിന്റെ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇതാക്കിയാലാണ് എങ്ങനെയാണ് ഈ ഒരു പോകണം, എന്താ പറയാ, നമുക്കിപ്പോ ഓൾറെഡി ഉള്ള കണ്ടീഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ഓൾറെഡി നടന്നിരിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ചെയ്യും. അപ്പൊ മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്, പാസ്റ്റ് ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ ഡാറ്റാസ് മുഴുവൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
ഫോർകാസ്റ്റിങ്ങിന് ഇൻ ഫ്യൂച്ചർ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കണ്ടീഷൻ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ത് തരുന്നുണ്ട്, ഈ ഡാറ്റാസ് തരുന്നുണ്ട്. ദെൻ റെക്കോർഡിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. ഈ കിട്ടിയിരിക്കുന്ന നമുക്ക് കിട്ടിയ ഡാറ്റ ഉണ്ടല്ലോ, ഈ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പർ ആയിട്ട് ജേർണൽസിലും ലെഡ്ജേഴ്സിലും ഒക്കെ എൻട്രി ചെയ്ത് പ്രോസസ്സിംഗ് ചെയ്ത് അതിപ്പോ ഒന്നെങ്കിൽ അവർക്ക് മാനുവലി കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കലി കീപ്പ് ചെയ്യാം, ഇലക്ട്രോണിക്കലി കീപ്പ് ചെയ്യാം. ഇപ്പോൾ വൈഡ്ലി എന്താണ് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ റെക്കോർഡിംഗ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് പ്രോസസ്സ് നടത്തുന്നത്. ഇനി ഡാറ്റ ഇവാലുവേഷൻ അല്ലെങ്കിൽ അനലറ്റിക്കൽ വർക്ക്. മോഡേൺ അക്കൗണ്ടിങ് പ്രോപ്പർ ആയിട്ട് ശരിക്കും എംഫസൈസ് ചെയ്യുന്നത് ബഡ്ജറ്ററി കൺട്രോൾ, പെർഫോമൻസ് ഇവാലുവേഷൻ, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ ഒരു ഡാറ്റ നമുക്ക് അറിയാം, ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുവഴി നമ്മുടെ ബഡ്ജറ്റിനെ നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ നീഡ് എന്താണോ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് അറിയാം ഓരോ ഇതിന്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് വെച്ച് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ പെർഫോമൻസിനെ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുവഴി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, അതായത് ഫണ്ട് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ അനാലിസിസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇതിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫോർകാസ്റ്റിംഗ്, മെർജേഴ്സ്, റീഓർഗനൈസേഷൻ, ഇതിലെല്ലാത്തിലും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓഡിറ്റീവ് വർക്ക്, വെരിഫിക്കേഷൻ. ഓഡിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻ ആയി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എൻട്രി ചെയ്ത ട്രാൻസാക്ഷൻസ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുക, ഒതന്റിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓഡിറ്റീവ് വർക്ക് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ട്രാൻസാക്ഷനെ പ്രോപ്പർ ആയിട്ട് വെരിഫൈ ചെയ്യുന്നത് ആരൊക്കെ അധികവും നമുക്കിപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ടാവും. അവർ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ഈ എൻട്രി ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ, അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ഓതന്റിക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക, അതിലിപ്പോ നമ്മൾ ആ കമ്പനിയിൽ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത് വെച്ചാൽ കറക്റ്റ് അത് പ്രോഫിറ്റ് തന്നെയാണോ, അതിൽ എടുത്തിരിക്കുന്ന ഡാറ്റയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഇനി ഡാറ്റ റിപ്പോർട്ടിംഗ്, അത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, ഇന്റേണൽ റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ. അതായത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഡാറ്റ എന്താന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെന്റ്, റെഗുലേറ്റേഴ്സ് ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഇന്റേണൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സഹായിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ. ഇനി സെൻട്രൽ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്? കോർ ഓഫ് അക്കൗണ്ടിങ് തിയറി ഈസ് ദി മാച്ചിങ് ഓഫ് കോസ്റ്റ് വിത്ത് റവന്യൂ. അതായത് ഒരു അക്കൗണ്ടിങ് തിയറിയുടെ മെയിൻ കോർ എന്ന് പറയുന്നത് എഫേർട്സിനെ അക്കംപ്ലിഷ്മെന്റ്സുമായിട്ട് മാച്ച് ചെയ്ത് പോവുക. അതായത് നമുക്ക് ഉണ്ടായിരിക്കുന്ന കോസ്റ്റിനെ റവന്യൂ വെച്ചിട്ട് മാച്ച് ചെയ്ത് പോവുക. എത്രത്തോളം നമ്മൾ എഫേർട്സ് ഇട്ടു അത് വെച്ച് എത്രത്തോളം നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളത് മാച്ച് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്ക് അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണലി നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ റെക്കോർഡ് കീപ്പിംഗ് മാത്രമായിരുന്നു. ഇപ്പൊ അതിൽ കുറച്ചും കൂടി സോഷ്യൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതുവഴി നമ്മൾ ബ്രോഡർ ആയിട്ട് വെറും ചെറിയൊരു രീതിക്കുള്ള നാരോ ആയിട്ടുള്ളത് അല്ലാണ്ട് ബ്രോഡർ ആയിട്ട് ഇക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഗോൾസിനെ സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഇനി ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്, ജനറൽ ഡെഫിനിഷൻ നോക്കാം. ജനറൽ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് റിപ്പോർട്ടിംഗ്, റെക്കോർഡിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് സമ്മറൈസിംഗ് ഇക്കണോമിക് ഡാറ്റ. അതായത് ഒരു കമ്പനിയിലെ ഇക്കണോമിക് ഡാറ്റയെ പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്ത്, റെക്കോർഡ് ചെയ്ത്, ഇന്റർപ്രറ്റ് ചെയ്ത്, സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതുവഴി ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി ലൈഫിൽ ഇപ്പൊ ടാക്സ് ഫോംസ്, പേറോൾസ്, ക്രെഡിറ്റ് റെക്കോർഡ്സ്, അങ്ങനെ രണ്ട് രീതിക്ക് നമുക്ക് നോക്കാം. സ്ട്രക്ചേർഡ് പ്രോസസ്സും ആണ്, അതേപോലെ ഒരു ഡെയിലി ലൈഫ് ടൂളും ആണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ഡെഫിനിഷൻ എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് റിപ്പോർട്ടിംഗ്, റെക്കോർഡിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് സമ്മറൈസിംഗ് ഇക്കണോമിക് ഡാറ്റ. ഇനി
പ്രൊഫഷണൽ ഡെഫിനിഷൻസ് നോക്കാം. AICPA അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന്റെ ഇത് ഈ ഒരു ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് ഇതിൽ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ ലൈൻ ബൈ ലൈൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം ഇത് വേറൊരു AICPA ഡെഫിനിഷൻ ആണ്. ഇപ്പൊ നമുക്ക് എക്സാമിൽ ചോദിക്കുകയാണ് ഡിഫൈൻ AICPA ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ഡെഫിനിഷൻ വേർഡ് ബൈ വേർഡ് തന്നെ എഴുതണം. അപ്പോൾ AICPA അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസി എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ് thereof. അതായത് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ, ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സിനെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്, അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനേഷനെ കറക്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഈ ഡെഫിനേഷൻ ലൈൻ ബൈ ലൈൻ അതേപടി വേണം നമുക്ക് എക്സാമിന് ഇങ്ങനെ ഡിഫൈൻ AICPA ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട്. For the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events of financial character and interpreting the results thereof. സിമ്പിൾ ആണ് പഠിക്കാൻ. കാരണം എന്താ അതിൽ പറയുന്നത്? ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ, അതിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് റിസൾട്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്, അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനേഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിന്റെ ടെക്നിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് നേച്ചറിനെയാണ്. ഇനി അടുത്ത ഡെഫിനിഷൻ റോബർട്ട് ആൻഡ് ആന്തോണി പറഞ്ഞ ഡെഫിനിഷൻ ആണ്. അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് എ മീൻസ് ഓഫ് കളക്ടിംഗ്, സമ്മറൈസിംഗ്, അനലൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻ മോണിറ്ററി ടേംസ് ഇൻഫർമേഷൻ അബൌട്ട് ദി ബിസിനസ്. ഇതും അതെ, ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ ജനറൽ ഡെഫിനേഷൻ അല്ലാതെ പ്രൊഫഷണൽ ഡെഫിനേഷനിൽ, അതായത് ഡിഫൈൻ AICPA അല്ലെങ്കിൽ ഡിഫൈൻ റോബർട്ട് ആൻഡ് അന്തോണീസ് ഡെഫിനേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അവര് ഡിഫൈൻ ചെയ്ത രീതിക്ക് തന്നെ എഴുതണം, അതിൽ ചേഞ്ച് വരുത്താതെ തന്നെ എഴുതണം. അപ്പൊ accounting system is a means of collecting, summarizing, analyzing and reporting in monetary terms information about the business. അതായത് ഒരു ബിസിനസിന്റെ അകത്ത് വരുന്ന മോണിറ്ററി ടേംസ് ആയിട്ട് ബേസ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻസിനെ പ്രോപ്പറായി കളക്ട് ചെയ്ത് സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്തതിനു ശേഷം റിപ്പോർട്ടിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന്, അക്കൗണ്ടിംഗ് പ്രോസസ് അഥവാ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എംഫസൈസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അക്കൗണ്ടിംഗ് എന്നുള്ള രീതിയിലാണ് റോബർട്ട് ആൻഡ് അന്തോണി അവരുടെ ഡെഫിനിഷനിൽ കാണിക്കുന്നത്, എംഫസൈസ് ചെയ്യുന്നത്. റോബർട്ട് ആൻഡ് ആന്റണി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് എ മീൻസ് ഓഫ് കളക്ടിംഗ്, സമ്മറൈസിംഗ്, അനലൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻ മോണിറ്ററി ടേംസ് ഇൻഫർമേഷൻസ് അബൌട്ട് ദി ബിസിനസ്. ഇനി എന്താണ് അക്കൗണ്ടിങ്ങിന്റെ കീ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ്ങിന്റെ കീ ആസ്പെക്ട്സിലെ ഫസ്റ്റ് വൺ എക്കണോമിക് ഇവന്റ്സ്. അതായത് നമ്മളെ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിൽ എന്ത് കാര്യമാണ് റെക്കോർഡ് ചെയ്യുന്നത്? മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഒരു മെഷീനറിയുടെ പർച്ചേസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ്, ഇങ്ങനെ പോലെയുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതിൽ എന്താണ് വേറെ നടക്കുക? ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേഷൻ. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്, മണി ടേംസിലാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്, അതിനെ സിസ്റ്റമാറ്റിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സമയത്ത് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക് ഇവന്റ്സ്, മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. അതേപോലെ ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്, മണി ടേംസിലാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്, പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ കീ ആസ്പെക്ട്. പിന്നെ ഓർഗനൈസേഷന്റെ ഇതിൽ പറയുമ്പോൾ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ ടൈപ്പ് അല്ലെങ്കിൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇനി അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ബിസിനസ് അതിന്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്തിരിക്കുന്ന റിസോഴ്സസിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ട്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെഷീനറീസ്, ഫർണിച്ചേഴ്സ്, ലാൻഡ്, വെഹിക്കിൾ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഇതിനെയാണ് ടാഞ്ചിബിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഗുഡ് വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്സ്, അതായത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഇത്, അതായത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റംസ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഗുഡ് വിൽ ഇപ്പോ നമ്മൾ നല്ല പേര് കേട്ട ഏറ്റവും നല്ല പ്രോഡക്ട്സ്, നല്ല സർവീസ് തരുന്ന കമ്പനീസിന് നമ്മൾ ഇതിന്റെ ആ ഒരു ഗുഡ് വിൽ നല്ലതായിരിക്കും. ഗുഡ് വിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നല്ല പേര്, സൽപ്പേര്, പേറ്റന്റ്. അതായത് ഓരോ കമ്പനികൾക്ക് നമുക്ക് പറയാം, നമ്മൾ റെന്റിന് എടുത്തു അല്ലെങ്കിൽ പേറ്റന്റ് നമ്മൾ വാങ്ങി എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതായത് ഈ പാറ്റന്റ്, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. ആ ഒരു ബിസിനസിന്റെ ഡോക്യുമെന്ററി പർപ്പസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയില്ലേ, ഒരു ട്രേഡ് മാർക്ക്, ഒരു ബിസിനസ് നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് നമ്മളൊരു ട്രേഡ് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യുക. അപ്പൊ കീ ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൽ ഇത് വരുന്നുണ്ട്, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ മെഷീനറീസ്, ഫർണിച്ചേഴ്സ്, ലാൻഡ്, വെഹിക്കിൾസ് ഇങ്ങനെയൊക്കെയാണ് വരിക. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക് ഇങ്ങനെയുള്ളത്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ മെഷീനറി ഒക്കെ ആയിക്കോട്ടെ, ഫർണിച്ചർ ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ലാൻഡ്, ഇതിനെയൊക്കെയാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഒരു ഡോക്യുമെന്റ് രൂപത്തിലൊക്കെ നമ്മൾ ഇതാക്കുന്ന, ഇപ്പൊ പാറ്റന്റ്, ട്രേഡ് മാർക്ക് അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലാത്ത കാര്യങ്ങൾ. ഇനി ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ് പേയബിൾ ടു ഔട്ട്സൈഡേഴ്സ് അറൈസിംഗ് ഫ്രം പാസ്റ്റ് ട്രാൻസാക്ഷൻസ്. അതായത് മുന്നേ ഉള്ള ട്രാൻസാക്ഷൻസുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ഒബ്ലിഗേഷൻസ്, അതായത് ഇപ്പൊ ലോണ്, ഡച്ചേഴ്സ്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും രണ്ട് തരത്തിലുണ്ട്. ഫിക്സഡ്, അതായത് ലോങ് ടേം ഡെപ്റ്റ് പോലെയുള്ള ലോണ്, ഡിബഞ്ചേഴ്സ് ഒക്കെ വരും. അതേപോലെ കറണ്ട്, ഇപ്പൊ ചെറിയൊരു ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ലയബിലിറ്റീസിൽ വരും. ഇനി ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലെ ഓണേഴ്സിനുള്ള റെസിഡ്യുവൽ ഇൻട്രസ്റ്റിനെയാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വരിക, അക്കൗണ്ടിങ് ഇക്വേഷൻ വരിക? അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഇതില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് മൈനസ് വിഡ്രോവൽസ് പ്ലസ് അക്യുമുലേറ്റഡ് നെറ്റ് ഇൻകം ആണ് വരും. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് മൈനസ് വിഡ്രോവൽസ് പ്ലസ് അക്യുമുലേറ്റഡ് നെറ്റ് ഇൻകം ആണ് അതിൽ വരിക. ഇനി അക്കൗണ്ടിങ് സൈക്കിളിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിങ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും ഇവന്റ്സിനെയും പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസിനെ മെഷർ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പർ ആയിട്ട് സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇന്റർപ്രറ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ഈ കിട്ടിയിരിക്കുന്ന ഫൈനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ റിപ്പോർട്ട്സിന് യൂസേഴ്സുമായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത്? ഐഡന്റിഫൈങ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്, മെഷറിംഗ് ദി ട്രാൻസാക്ഷൻസ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ക്ലാസിഫൈങ് ദി ട്രാൻസാക്ഷൻസ്, സമ്മറൈസിംഗ് ദി ട്രാൻസാക്ഷൻസ്, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ഡാറ്റ, കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഫൈനാൻഷ്യൽ ഡാറ്റ ഓർ റിപ്പോർട്ട്സ് ടു ദി യൂസേഴ്സ്. ഇനി ബുക്ക് കീപ്പിംഗ് വേഴ്സസ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് വേഴ്സസ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് എന്താണ് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണോ ആ ട്രാൻസാക്ഷൻസ് അതിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന, കറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എവിടെയാണോ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നത് അവിടെ തുടങ്ങുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇത് നമ്മളിപ്പോ ഒരു സമ്മറൈസിങ് കൂടി, ബുക്ക് കീപ്പിംഗിൽ ഒരു സമ്മറൈസിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഇപ്പോ
ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ യൂസേഴ്സിന് ഫൈനൽ യൂസേഴ്സിന് ഫൈനാൻഷ്യൽ ഡാറ്റേനെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ രൂപത്തിലോ അങ്ങനെയൊക്കെ ഇതായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടൻസി എന്താണ്? അക്കൗണ്ടൻസി ഇപ്പൊ നമ്മൾ പേപ്പറായിട്ട് പഠിക്കുന്നില്ല. എന്താണ് ഈ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസിന്റെ അതുപോലെ അക്കൗണ്ടിങ് ടെക്നിക്സിന്റെ സിസ്റ്റമാറ്റിക് നോളേജിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടൻസി റെഫേഴ്സ് ടു ദി സിസ്റ്റമാറ്റിക് നോളേജ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ആൻഡ് ദി ടെക്നിക്സ്. ഇനി എന്തൊക്കെയാണ് ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിൽ പാരാമീറ്റേഴ്സിൽ എന്തൊക്കെ ഡിഫറൻസ് വരുന്നത്? ഫസ്റ്റ് തിങ്, സ്കോപ്പ്. ബുക്ക് കീപ്പിംഗിന്റെ സ്കോപ്പ് എന്താ വരുന്നത്? അത് ഒരു ലെഡ്ജർ അക്കൗണ്ട്സിൽ വരുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന ആ ലെഡ്ജർ അക്കൗണ്ട്സിൽ ക്ലാസിഫൈ ചെയ്യുന്ന രീതി, അത്രയാണ് ബുക്ക് കീപ്പിംഗിന്റെ സ്കോപ്പ് വരുന്നുള്ളൂ. ഈ ബുക്ക് കീപ്പിംഗ് വെച്ച് നോക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൽ എന്താ വരുന്നത്? അക്കൗണ്ടിങ്ങില് ഈ ബുക്ക് കീപ്പിംഗുമായിട്ട് അഡീഷണൽ ആയിട്ട് ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെ ചെയ്യും? നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, മെഷർ ചെയ്യും, റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. അക്കൗണ്ട് പ്രോസസ്സ് വരുമ്പോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് ആ ഇതിൽ നിന്ന് കിട്ടുന്ന ഫൈനാൻഷ്യൽ ഡാറ്റേനെ എൻഡ് യൂസേഴ്സിന് ഫൈനാൻഷ്യൽ യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി എന്താണ് ബുക്ക് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിംഗിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, പ്രോഫിറ്റബിലിറ്റി എന്താണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന് ഈ ബുക്ക് കീപ്പിംഗ് എപ്പോഴാണോ അവസാനിക്കുന്നത് അവിടുന്ന് തുടങ്ങുന്ന പ്രോസസ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നേച്ചർ ഓഫ് ജോബ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുട്ടീൻ പോലെ റിപ്പറ്റേറ്റീവ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ ആയിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് നടക്കുന്ന പ്രോസസ് ആണ്. ഇനി ലെവൽ ഓഫ് സ്കിൽസ്. ബുക്ക് കീപ്പിങ്ങിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് കാര്യങ്ങൾ ഒന്നും വേണ്ട. ഇത് നമുക്ക് ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫിനും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അക്കൗണ്ടിങ്ങിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം. അത് സീനിയർ സ്റ്റാഫ്സ് ആണ് കൂടുതലായിട്ട് എടുക്കുക. അത് എന്തുകൊണ്ടാ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ് ആണ്. അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് എങ്ങനെയാണ് അതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് സീനിയർ സ്റ്റാഫ്സ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് മെയിൻ ആയിട്ട് നോക്കിയത് ബേസിക്സ് കാര്യങ്ങളാണ്. ഈ ഒരു യൂണിറ്റില് എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഫസ്റ്റ് യൂണിറ്റില് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, സ്കോപ്പ് എന്തൊക്കെയാണ്, എന്താണ് അക്കൗണ്ടിങ് എന്നോട്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻസ് ജനറൽ ഡെഫിനിഷൻ നോക്കി. അതേപോലെ പ്രൊഫഷണൽ ഡെഫിനിഷൻസ് രണ്ടാണ് നമ്മൾ നോക്കി. AICPA ഡെഫിനിഷൻ എന്തായിരുന്നു? ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി transactions and events of financial character and interpreting the results thereof. അതേപോലെ റോബർട്ട് ആൻഡ് ആന്റണിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? അക്കൗണ്ടിംഗ് സിസ്റ്റം is a means of collecting, summarizing, analyzing and reporting in monetary terms information about the business. അപ്പൊ അതെന്താന്ന് നോക്കി. അതേപോലെ അക്കൗണ്ടിങ്ങിലെ മെയിൻ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കി. അക്കൗണ്ടിങ് സൈക്കിളിലെ സ്റ്റെപ്സ് ഇനി ആ അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അക്കൗണ്ടിങ് സൈക്കിളിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നോക്കി. അതേപോലെ ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ നമ്മൾ കാണും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേ യൂണിറ്റിന്റെ തന്നെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.